കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാധാകൃഷ്ണ അദ്ദേഹം ക്രിസ്ത്യാനികളാരും കേരളത്തിൽ വലുതായിട്ട് ഉദ്ദേശിച്ച പോലെ വോട്ട് ചെയ്തില്ല, ഞങ്ങൾ 12,000 വോട്ടിന് ആളുകളെ നിർത്തിയിട്ടും അവരാരും ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് പരസ്യമായി പറഞ്ഞത്. പുള്ളി ആയതുകൊണ്ടാണത് പരസ്യമായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാവരും അത് രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് ഞാനൊരു മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ദേ ഇപ്പോൾ ഒരു പുതിയ സംഗതി കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഹോളിഡേയും പോയടാ മക്കളെ. ഹോളിഡേ പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അവധി ദിവസം പോയെന്നല്ല അർത്ഥം. ഈ ഹോളിഡേയ്ക്ക് 2 അർത്ഥമുണ്ടല്ലോ. ഒന്ന് അവധിയെന്നും മറ്റൊന്ന് വിശുദ്ധമെന്നും. ഇപ്പം ചിലർ പറയുന്നത് ഞായറാഴ്ച ഹോളിഡേ എന്ന് യൂറോപ്പിലൊക്കെ പണ്ട് പറഞ്ഞ് പഠിപ്പിച്ചത് അന്ന് ഈ കുർബാനയും ഒക്കെയുള്ള വിശുദ്ധ സംഗതികൾ ഉള്ളതുകൊണ്ടാണ് എന്നതാണത്രേ. എന്നാൽ നമ്മളൊക്കെ ഇതിനെ ഹോളിഡേയ്ക്ക് അവധി എന്നുള്ള ആശയത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ചിലപ്പോൾ ഗ്രന്ഥങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഹോളി മാസ്, ഹോളി ബൈബിൾ എന്നൊക്കെ പറയുമ്പോൾ അത് വിശുദ്ധ ഗ്രന്ഥം എന്നൊക്കെയാണ്. സംഗതി ഇനിയിപ്പോൾ അതൊന്നും ഉത്തരേന്ത്യയിൽ പറഞ്ഞുകൂടാന്ന്, പോറ്റിയേ കയറ്റിയേ എന്നുള്ളത് കേസായതുപോലെ ഇനിയിപ്പോൾ അവിടെ കാണാൻ പറഞ്ഞാൽ അത് കുഴപ്പമാവുമെന്ന്. ഇവിടെ ഇപ്പോൾ ദാണ്ട ഷോൺ ജോർജ് സാറും അനൂപ് ആൻ്റണി സാറും ബാക്കിയുള്ള സാറന്മാരും എല്ലാവരും കൂടെ എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞ് വലിയ ബഹളം വെക്കുക. സത്യത്തിൽ അവരാരും എന്താ ഇത് കാണാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേ കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ വന്ന് പറഞ്ഞു കൊടുക്കുക. ഗുജറാത്തിലെ ഒരു സ്കൂൾ അങ്ങ് അടിച്ചുകൊണ്ട് പോയല്ലോ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ. ഒരു സ്കൂൾ അങ്ങ് എടുത്തുകൊണ്ട് പോയി, 10-48 വർഷമായിട്ട് നടത്തുന്ന ഒരു സ്കൂൾ. ഇനി ഇത് കേട്ടോളൂ. ഹിന്ദി മേം പൂച്ചി ഹെ കേട്ടോ. नहीं करेंगे। कुछ दिनों से मैं सुन रहा हूँ हॉलीडे में मिंडर सर हॉलीडे आने वाला है, हॉलीडे आने वाला। सभी लोग सुनते हैं, हॉलीडे बोलते हैं सभी लोग। हॉलीडे किसको कहते हैं? जब छुट्टी आती तब उसको कहते हैं हॉलीडे, मतलब छुट्टी का दिन, ठीक है, या हॉलीडे मतलब त्योहारों वाला दिन, ठीक है। अभी 25 दिसंबर आ रहा है तो हॉलीडे। ये हॉलीडे शब्द आया कहाँ से? ईसाई पादरियों से आया है। ईसाई पादरी जो जितने भी होते हैं उन्होंने ये हॉलीडे वाला शब्द दिया है हमको। सबसे पहले हमें ये बात समझना होगा, हॉलीडे का मतलब क्या? होली का मतलब होता है पवित्र दिन। होली का मतलब क्या होता है? पवित्र दिन। लेकिन पवित्र दिन हमारे हिसाब से नहीं है। हमारे हिसाब से, हिंदुओं के हिसाब से पवित्र दिन में क्या होता है? हम उपवास रखते हैं, पूजा पाठ करते हैं। लेकिन ईसाइयों की तरफ से होली डे का मतलब होता है उस पवित्र दिन को कहते हैं जिस पवित्र दिन में वो मांस मटन का सबसे ज्यादा सेवन करते हैं। और मांस भी कौन सा? सुअर का, पाड़े का, भैंसे का, इनका मांस खाते हैं। सोचो खाने योग्य है क्या? नहीं ना। हम लोगों के लिए क्या होता है? अवकाश होता है, छुट्टी का दिन, छुट्टी का दिन, अवकाश का दिन, ठीक है। आज के बाद कभी भी हम टीचर्स को भी हमें ध्यान देना है और बच्चों को भी ध्यान देना है, ठीक है, कि हम हॉलीडे शब्द को उपयोग में नहीं लाएंगे। बहुत लोग बोलते हैं संडे इज अ हॉलीडे। संडे इज अ हॉलीडे किनका रहता है? वो पादरियों का होता है, ईसाइयों का होता है। संडे के दिन छुट्टी मनाते हैं और उस छुट्टी वाले दिन वो गिरजाघर में जाते हैं और चर्च में जाते हैं, ठीक है। और चर्च में वहां दर्शन करने के बाद वहीं पर वो मांस मटन का सेवन वहां पर भी करते हैं. ഇതാണ് സംഗതി. ഇനി ഹോളിഡേ എന്ന് പറയരുത്, ചുട്ടിക്കാ ദിൻ എന്ന് പറയണം. അവധിക്കാ ദിൻമേ ഹെ. ഹോളി എന്ന് പറഞ്ഞാൽ കുഴപ്പമായി പോകുന്നു. നമ്മുടെ ഹോളി അല്ല ക്രിസ്തുമസ്. അതുകൊണ്ട് ക്രിസ്തുമസ് ഹോളിഡേ എന്ന് പറയരുത്, ക്രിസ്തുമസ് ചുട്ടി ഹെ എന്ന് പറയണം. ചുട്ടിക്കാ ബേട്ടാ ഹെ, ബേട്ടാക്കാ ചുട്ടി ഹെ. ക്ലാസ് എടുത്ത് കൊടുക്കുക ഉത്തരേന്ത്യയിൽ. എന്നിട്ടാണ് ഇവിടെ പറയുന്നത്, കാസായും എല്ലാം കൂടി ഇരുന്നുകൊണ്ട് പറയുന്നത്, മുസ്ലിങ്ങളെല്ലാം കൂടെ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നേ, മുസ്ലിങ്ങൾ താണ്ട് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നേ, നമ്മൾ മോദി സാറുള്ളതുകൊണ്ടാണ് ജീവിക്കുന്നത്, നമ്മൾ BJP ഉള്ളതുകൊണ്ടാണ് ജീവിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ചെയ്യാനൊക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കച്ചവടം നടന്നില്ല, എന്നിട്ടും പ്രതീക്ഷയോടെ കട തുറന്നു വെച്ചിരിക്കുകയാണ്. അസംബ്ലി ഇലക്ഷന് എന്തെങ്കിലും കച്ചവടം നടക്കുമോ എന്നറിയാൻ.